നമസ്കാരം. ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു നേതാവ് യാദൃശ്യമായി എൻ്റെ വീഡിയോ കണ്ട് എന്നെ വിളിക്കുകയുണ്ടായി. അത് കോൺഗ്രസിൻ്റെ ഐ ഗ്രൂപ്പിൻ്റെ നേതാവാണ്, സാധാരണ നേതാവല്ല, വളരെ വലിയൊരു നേതാവാണ്. അദ്ദേഹം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ്. ഒരു സൗഹൃദം എന്നെ അറിയാൻ പരിചയമുള്ളതുകൊണ്ട് വിളിച്ചതാണ്. പക്ഷേ അദ്ദേഹം ഒക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇപ്പോൾ എം.എൽ.എ ആയിട്ടുള്ള പാലക്കാട് എം.എൽ.എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടതാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ എതിരാളികളുടെയും ബി.ജെ.പിക്കാരുടെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും എല്ലാം കൂടി ഒരു കടന്നൽ കൂട്ടിൽ ആക്രമിക്കുന്ന പോലെ എല്ലാവരും കൂടി ആക്രമിച്ചപ്പോഴാണ് ഇത് പൊട്ടിപ്പോയത്. കടന്തൽ വരുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി എന്നൊരു വാദമുണ്ട്. ഇത്ര കണ്ട് ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്ക് മുറുകുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേട്ടക്കാരൻ ഇരയോടൊപ്പം ഓടുകയും ഇരയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു. സിനിമാ നടി വളരെ കൃത്യമായി ഇയാൾ വേട്ടക്കാരനാണെന്നും ഇരകളെല്ലാം പുറത്തു വരണമെന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ട്വിറ്റർ പോസ്റ്റും ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കൊണ്ടുവരുന്നു. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ 2 പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നും അബോർട്ട് ചെയ്തു എന്നൊക്കെ അബോർഷന് സഹായിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വനിതകളുടെ താല്പര്യം എന്താണ്? അത് ശരിയുണ്ടോ? അവർ സ്നേഹത്തിൽ കൂടി അടുത്ത് കൂടിയതാണോ? ഇഷ്ടം കൊണ്ട് അടുത്ത് കൂടിയതാണോ? എന്തായിരുന്നു അവരെ മോട്ടിവേഷൻ? അതോ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന പോലെ 1-2 പ്രാവശ്യം മറ്റ് മാനസിക ശാരീരികമായ ബന്ധപ്പെടൽ കഴിഞ്ഞതിന് ശേഷം കളയാം എന്ന് വിചാരിച്ച് വന്നതാണോ? എന്താണ് ഉത്തരം എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. എന്തുത്തരം പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വളരെ പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരൻ കേരള സമൂഹത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഇന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചാനലുകളിൽ കുറയുന്നില്ല. ഇന്ന് മാതൃഭൂമിയിൽ വന്നിട്ടുള്ളൊരു വാർത്ത, 2 പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിൽ മൊഴിയെടുത്തപ്പോൾ അവർ മൊഴി കൊടുത്തു എന്നാണ് അറിയുന്നത്. ക്രൈംബ്രാഞ്ച് ശക്തമായ കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലുള്ളൊരു തമാശ, നമ്മുടെ അസംബ്ലി കൂടുമ്പോൾ മുകേഷ് സംസാരിക്കാനിരിക്കുമ്പോഴോ നടന്നു വരുമ്പോഴോ നടന്നു പോകുമ്പോഴൊക്കെ ഇതാ പൂവങ്കോഴി പോകുന്നു എന്ന് ബാക്കിയുള്ളവർ പാടും. രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോഴും പാടും. എ കെ ശശീന്ദ്രൻ പോകുമ്പോൾ പൂച്ച പോകുന്നു എന്ന് പറയും. അപ്പോൾ നമ്മുടെ അസംബ്ലി പൂച്ചയുടെയും പൂവങ്കോഴിയുടെയും പിടക്കോഴിയുടെയും സ്ഥലമായി മാറിയിരിക്കുന്നുവെന്ന് കെ മുരളീധരൻ്റെ ഒരു ട്രോളുമുണ്ട്. എന്തായാലും രസകരമാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം. അശ്ലീല രാഷ്ട്രീയത്തിൻ്റെ പുതിയ മാനങ്ങൾ കാണുമ്പോൾ മസാല രാഷ്ട്രീയമാണ് നടക്കുന്നത്. മസാല പത്രപ്രവർത്തനവുമാണ്. ഒരു മുന്തിയ ചാനലിലെ വനിതാ റിപ്പോർട്ടർ അടൂരിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തെ വിളിച്ച്, അവർ വനിതയാണ്, അവരെ വിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പേടിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ വന്നു, ഞങ്ങൾ ബാക്കിയെല്ലാം ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കോളാം, നിങ്ങളുടെ നമ്പറിൽ നിന്ന് നിങ്ങൾ നമ്പർ തന്നാൽ മതി, നിങ്ങളെ നമ്പർ ഉപയോഗിച്ച് ഞങ്ങളൊന്ന് ചെയ്തോട്ടെ, ഒരു അനുവാദം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊരു വനിതയെ വിളിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ. അവർ അപ്പോൾ തന്നെ വിരട്ടി വിട്ട് ആ വിഷയം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അഴുക്ക രാഷ്ട്രീയത്തിൻ്റെ, അനാവശ്യ രാഷ്ട്രീയത്തിൻ്റെ വേരോട്ടങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ഒരു ഇരയെ കെട്ടിയാൽ എല്ലാ മാധ്യമങ്ങളും വേട്ടക്കാരിയാവുന്ന രീതിയിലേക്ക് മാറും. ഒരുതരം രതിവൈകൃതമുള്ള ലൈംഗിക വൈകൃതമുള്ള സമൂഹമായി കേരളം മാറുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. പക്ഷെ അതിനപ്പുറം ഇത്തരത്തിലുള്ള മാധ്യമ വിചാരണയും പൊതുവിചാരണയും ജനകീയ വിചാരണയും ഒന്നും നമുക്ക് ഓർക്കാവുന്നതല്ല. അത് ശരിയുമല്ല. കാരണം ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് മറുവശം കേൾക്കാതെ ഒരു വശത്തുള്ള ആളുകൾ പറയുന്ന മാത്രം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നതും നല്ല രീതിയല്ല. ജനാധിപത്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കണം. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്രൂശിപ്പുകളിൽ ആരാണ് വില പറയുക? ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബി.ജെ.പിയുടെ കൃഷ്ണകുമാർ, സിനിമാ നടനായ കൃഷ്ണകുമാർ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള നിലയിൽ എല്ലാ മാധ്യമങ്ങളും വലുതായിട്ട് വാർത്ത കൊടുത്തു. കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് വരെ പറഞ്ഞു. 23 വകുപ്പുകൾ ഉൾപ്പെടുത്തി കൃഷ്ണകുമാറിനും ഫാമിലിക്കുമെതിരെ കേസും എടുത്തു സർക്കാർ, പോലീസ്. പക്ഷേ ഭാഗ്യവശാൽ കൃഷ്ണകുമാർ രക്ഷപ്പെട്ടു, ജാമ്യമെല്ലാം കിട്ടി രക്ഷപ്പെട്ടു. പക്ഷേ 2 ദിവസം കൃഷ്ണകുമാർ കൊലപാതകിയെപ്പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ കൃഷ്ണകുമാറിനെ വിചാരണ ചെയ്തു. ഈ സംസ്കാരം നല്ലതല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ. നമുക്ക് വിചാരണയൊക്കെ നിർത്താം. നമുക്ക് നമ്മുടെ മറ്റ് പണികൾ നോക്കാം.